വെൽക്കം ടു ഐഷസ് അക്കാഡമി. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ എസ് എ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ നമ്മളിവിടെ പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് പഠിക്കുക, അതിന് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു പോർഷൻ നമ്മൾ എസ് എക്ക്, കാരണം ഇതൊരു പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഒന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, അത് പ്രീവിയസിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിക്കുന്നത് എസ് എക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസ് എക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന പോർഷൻ പഠിച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചേക്ക്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, discuss the barriers to effective communication and explain the methods to overcome that barriers. അതായത് കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പോർഷൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക. ആൻഡ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതും കൂടെ ഒന്ന് ഡീപ്പായിട്ട് നോക്കിയത് ചിലപ്പോൾ ആ ഒരു ഏരിയ ആയിരിക്കും എസ് എക്ക് ചോദിക്കുന്നത്. അപ്പൊ എനിവേ പെർഫോമൻസ് അപ്രൈസൽ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ എസ് എക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ഈ രണ്ട് ടോപ്പിക്കും നോക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നോക്കുക. അതിൻ്റെ അടുത്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ടെക്നിക്സ് ഓഫ് കൺട്രോളിങ്. ഇപ്പൊ കൺട്രോളിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കൺട്രോളിങ്ങിന്റെ ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്, ആ ടെക്നിക്സ് തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു എസ് എ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ കൺട്രോളിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള പോർഷൻസ് നോക്കിയില്ലെങ്കിൽ അതും ഷുവർ ആയിട്ട് നോക്കുക. ഡിസ്കസ് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ്. അപ്പൊ സൂപ്പർവൈസേഴ്സിന്റെ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലീഡർഷിപ്പിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് നമ്മൾ എസ് എക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുപോലെ ലീഡർഷിപ്പ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കാം. ആൻഡ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അത് സ്പെസിഫിക് ആയിട്ട് ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരു എസ്സേക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ആ 14 പ്രിൻസിപ്പിൾസും എന്താണെന്നുള്ള പേര്, അതിന്റെ എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ, ആക്ച്വലി ആ പ്രിൻസിപ്പിൾസ് അറിയാവുന്നവർക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ ഒരു കണ്ടന്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ല പേര് ആ ഒരു പ്രിൻസിപ്പിൾ കേട്ടാലും അത് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കാം. മിക്കവാറും അതൊരു എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എസ്സേക്ക്, ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ചിലപ്പോൾ എന്തായിരിക്കാം എസ്സേക്ക് വരാം. FW ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എന്ത് ചെയ്ത് വെച്ചിരിക്കുക, ഒരു എസ്സേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നോക്കി വെച്ചേക്കുക. ആൻഡ് explain the functions of management കേട്ടോ. മാനേജ്മെന്റ് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത് ഒരു എസ്സേക്ക് ചോദിക്കുക. ഫങ്ഷൻസ് മാത്രമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഫങ്ഷനും ഓരോ ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി നമുക്ക് ഉള്ളത്. അപ്പോൾ പക്ഷെ അത് മൊത്തത്തിൽ ഈ ഫംഗ്ഷൻ ഒരു എസ്സേക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ഇപ്പൊ പ്ലാനിങ്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. അപ്പോൾ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ബ്ലോക്ക് ഫസ്റ്റിലെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, അതിൽ നിന്നൊരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ഒന്ന് നന്നായിട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ്സേയും കിട്ടും, 5 മാർക്സും കിട്ടും, 2 മാർക്സും കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.